അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഹജ്ജിൻ്റെ ഉംറയുടെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഉംറ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഇബാദത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹജ്ജിലും ഉംറയിലും ചെല്ലൽ നിർബന്ധമായിട്ടൊന്നുമില്ല എന്ന് തന്നെ മനസ്സിലാക്കിയാൽ തന്നെ പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഹജ്ജിനും ഉംറക്കും ഇഹ്റാം കെട്ടിയാൽ ഹറാമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാം. അത് ഈ ഹജ്ജിൻ്റെ ഒരു പുസ്തകം ഉണ്ടാകും. ആ പുസ്തകത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കി പോവുക. ഒരു ബുക്കുകൾ കൈപ്പിടിക്കുകയും ചെയ്യുക. ഹജ്ജിലൊന്നും ചെല്ലാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താണ് കൈയും വീശി പോകലല്ല. അവിടെ നിൽക്കുന്ന ആളുകൾ മറ്റുള്ള ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് കണ്ട് നമ്മളിങ്ങനെ ചെയ്യുക. അതുകൊണ്ട് നമ്മൾക്ക് എന്തില്ല, അത് ശരിക്ക് ഹജ്ജായിക്കൊള്ളുന്നില്ല. അവർ ചെയ്യും പോലെ നമ്മളിങ്ങനെ ചെയ്യുക. അവർ ചിലപ്പം അവർ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന്, നമ്മൾ വിചാരിക്കും അവർ ചെയ്യുന്നതാണ് ശരിയെന്ന്. എന്നാൽ ഇപ്പോൾ പോകുന്നവർക്ക് വളരെ എല്ലാ സംഗതികളും അറിയാനും പ്രവർത്തിക്കാനും എളുപ്പമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹജ്ജ് തുടങ്ങുന്നത് മിനയിൽ നിന്നാണ്, അവസാനിപ്പിക്കുന്നത് മിനയിൽ നിന്ന് തന്നെ. അപ്പം മിന എവിടെയാണെന്ന് മുമ്പൊക്കെ നടന്നു പോയി ഹജ്ജ് ചെയ്യുന്നവർക്ക് മിനയിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കും. ഹാദാ ബിദായത്തുൽ മിന എന്ന് എഴുതിച്ചിട്ടുണ്ട്. ഗേറ്റൊക്കെ ഉണ്ട് അവിടേക്ക് എത്തുന്ന സമയത്ത്. ആ ഗേറ്റിൻ്റെ അടുത്ത് അവിടെ നല്ല ഇരിക്കാനൊക്കെ സൗകര്യം കണ്ടാണ്ട് അവിടെ ഇരുന്ന് പോകും. അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചെങ്കിലേ മിനയിലാകുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഓരോ സ്ഥലത്തേക്കും വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോകുക. അതിനുള്ള ടെമ്പുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ എത്തും. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, ഇഹ്റാം കിട്ടിയവർക്ക് ഹറാമായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ അതൊന്നും ഉണ്ടാവരുത്. എന്നതുപോലെ തവാഫിൻ്റെ സമയത്ത് ഈ ഹറാമായ കാര്യങ്ങൾ, തവാഫിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. ഔറത്ത് മറക്കുക, എന്നപോലെ ശുദ്ധി ഉണ്ടായിരിക്കുക. ഇതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചാണ്. അത് വീണ്ടും വിശദീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഹജ്ജ് ഹജ്ജ് അറഫത്തുന്ന അറഫയാണ് ഹജ്ജ് എന്ന്. അപ്പോൾ 8 ദുൽഹജ്ജ് 8-ന് നമ്മളെന്ത് ചെയ്യും? ആദ്യം തന്നെ ചെന്നവർ ഉംറയൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഉംറ നിർവഹിക്കൽ ഞാൻ പറഞ്ഞതുപോലെ 7 പ്രാവശ്യം തവാഫ് ചെയ്യുക. ഉംറൻ്റെ നിയത്തോടുകൂടി ഉംറയ്ക്ക് ഇഹ്റാം കിട്ടിയതിന് ശേഷം 7 പ്രാവശ്യം കഅബ തവാഫ് ചെയ്ത് പിന്നെ സഫാ മർവൻ്റെ ഇടയിൽ 7 പ്രാവശ്യം ചുറ്റിയ അങ്ങോട്ടും കൂടെ നടന്ന് പിന്നെ തലമുടി മുറിച്ചുകൊണ്ട് എന്താക്കുക, തഹല്ലുലാകുക. അതോടുകൂടെ ഉംറ തീർന്നു. എന്നാൽ ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹജ്ജ് 8-ന് അവനെന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പുറപ്പെടുക. അവിടേക്ക് മിനയിലേക്ക്. ആ മിനയിൽ ദുൽഹജ്ജ് 8 ളുഹർ അസർ ഒക്കെ എന്ത് ചെയ്യും, മഗ്‌രിബൊക്കെ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് ആ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് കഴിഞ്ഞ് ദുൽഹജ്ജ് 9-ന് പ്രഭാതത്തോടു കൂടെ അവൻ അറഫയിലേക്ക് വരിക. ദുൽഹജ്ജ് 8-ന് അവിടെ മിനയിൽ നിന്നിട്ട് 9-ന് നമ്മളെന്ത് ചെയ്യും, അറഫയിലേക്ക് വരും. 9-ൻ്റെ അന്നാണ് അറഫ. അന്ന് നമ്മൾ അറഫയിൽ ഈ ളുഹറും അസറും ഒക്കെ നിസ്കരിച്ച് മഗ്‌രിബിൻ്റെ ശേഷം അസ്തമയ ശേഷം അവിടെ നിന്ന് പുറപ്പെടും. ഈ നൃത്തത്തിൽ നമ്മൾക്ക് അവിടെ ഈ ജബലുർ റഹ്മ എന്ന് പറയുന്നൊരു പർവ്വതമുണ്ട് റസൂലുള്ളാഹി നിന്ന്. ആ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. അവിടെ നിന്നൊക്കെ നമ്മളെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് സർവ്വം സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ നമ്മൾക്ക് സാഹചര്യമുള്ളത് മറ്റുള്ളവർ കേൾക്കുമല്ലോ എന്നുള്ള ലജ്ജയില്ലാത്ത സ്ഥലങ്ങളാണ് അതൊക്കെ. ഒരാൾ ഞാൻ പറയുന്നത് കരയുന്നത് കേൾക്കുമോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമ്മളവിടെ നിന്ന് കരഞ്ഞൂടെ തന്നെ. അപ്പോൾ കരച്ചിൽ നമുക്ക് വരും. ഓരോരുത്തരെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് അവർ കരയുന്നത് കേട്ടാൽ നമ്മൾക്ക് കണ്ണുനീര് വരും. അങ്ങനെ മഗ്‌രിബിൻ്റെ ശേഷമാണ് അവിടെ നിന്ന് എന്താണ് അറഫനെ വിദാ പറഞ്ഞു പോരുമ്പോഴൊക്കെ ഒരു ആളുകൾ കരഞ്ഞ് വിഷമത്തോടു കൂടെ അവിടെ നിന്ന് പോരുന്നൊരു രംഗമുണ്ട്. അങ്ങനെ നമ്മൾ പോരണം, വളരെ ശുദ്ധമായിട്ട് പോരണം. അങ്ങനെ പോന്നിട്ട് പിന്നെ നമ്മളിവിടെ എത്തുന്നത്, അപ്പോൾ ഇത് ദുൽഹജ്ജ് 8 കഴിഞ്ഞു 9-ൻ്റെ അന്ന് അറഫ കഴിഞ്ഞിട്ട് പിന്നെ പോരുന്നത് മിനയിലേക്ക് പോരുക. അതിൻ്റെ മുമ്പ് ആ ദുൽഹജ്ജ് 9-ൻ്റെ അന്ന് രാത്രി അസ്തമയ ശേഷം അവിടെ നിന്ന് പോന്നിട്ട് മുസ്ദലിഫയിൽ രാപ്പാർക്കണം. മിനയിലേക്ക് പോരുന്ന വഴിയിൽ മുസ്ദലിഫ. ആ മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പിറ്റേന്ന് എറിയാനുള്ള കല്ലുകൾ 3 ദിവസം നമ്മൾ ജംറകളെ കൊള്ള എറിയണം. 3 ജംറകളെ കൊള്ള എറിയണം നമ്മൾ.
4 ദിവസത്തെ ഏറുണ്ടാവും. അപ്പം നമ്മളെന്ത് ചെയ്യണം, 70 കല്ല് അവിടെ നിന്ന് പൊറുക്കണം. 70 കല്ല് കൃത്യമായിട്ട് നമ്മളൊരു അളുക്കിലോ പാത്രത്തിലോ കുപ്പിയിലോ ഒക്കെ പൊറുക്കിയിടുക. 70 എന്നുള്ളത് 72 75 ഒക്കെ ആക്കാം. എന്തിനു വെച്ചാൽ അധികം ഒന്ന് ചാടിപ്പോയാൽ പിന്നെ മറ്റുള്ളതാക്കാമല്ലോ. അതിനുവേണ്ടി 70 കല്ല് 75 കല്ലൊക്കെ എടുക്കാം. ഓരോ പ്രാവശ്യവും 7 കല്ലാകുമ്പോൾ ഓരോ ദിവസം 7 കല്ല് വീതമാണ് ഓരോ ജംറയിനും എറിയേണ്ടത്. അപ്പോൾ 3 ജംറയിനും എറിയുന്ന ദിവസങ്ങളുണ്ട്. ഫസ്റ്റത്തെ ദിവസം ജംറത്തുൽ അഖബനെയാണ് എറിയുക, ജംറത്തുൽ കുബറ. ആ ജംറനെ എറിയൽ അതെപ്പോഴാണ് തുടങ്ങുക? ഇവിടെ നിന്ന് നമ്മൾ കല്ലൊക്കെ പുറക്കി പോയി എപ്പോഴാണ് ഈ മിനയിൽ നിന്ന് ദുൽഹജ്ജ് 9 അന്ന് കല്ല് പുറക്കി രാത്രി നമ്മളവിടെ നിന്ന് താമസിച്ച് പ്രഭാതത്തിൻ്റെ ശേഷം നമ്മളവിടെ നിന്ന് പോവുക. അല്ലെങ്കിൽ രാത്രി തന്നെ പോയാലും അപ്പോൾ മുതൽ അതിൻ്റെ ഈ സമയം തുടങ്ങും. ഈ സുബൈൻ്റെ മുമ്പ് തന്നെ രാത്രി തന്നെ അവിടെ എത്തിയത് മുതൽ അതിൻ്റെ സമയം നമ്മളെന്താണ് അതിനനുസരിച്ച് അവിടെ നിന്ന് എല്ലാവരും ചെയ്യുന്നത്. അത് ഇതിൻ്റെ നമ്മളെ കൂട്ടത്തിലുള്ള മുത്തമ്മമാർ അവർ നമ്മൾ കാണിച്ചു തരും. ആ പോകുന്ന സമയത്ത് എല്ലാവരും പുറപ്പെടും. അപ്പോൾ നമ്മൾ ചെന്നിട്ട് എന്താണ് എറിയാം. അപ്പോൾ ഈ എറിയുന്ന സമയത്ത് നമ്മൾ അവിടെ എറിയുന്നത് നമ്മളുടെ പിശാചിനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള പിശാച് ഒരു രസകരമായിട്ടൊരു യുക്തിവാദി പറയുന്നത് കേട്ട് അവിടെ ഇങ്ങനെ ടെമ്പിങ്ങനെ പൊന്തുന്നത് കണ്ട് ശൈത്താനിങ്ങനെ പൊന്തുകയാണല്ലോ എന്ന് പറഞ്ഞു. അത് ശൈത്താനല്ല പൊന്തുന്നത്, അവിടെ ഈ പിശാചിന് എറിഞ്ഞ സ്ഥലം നിർണ്ണയിക്കാൻ വേണ്ടി ഈ സ്റ്റൂബ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അർഹിക്കുന്ന രൂപത്തിലാവണം. അങ്ങനെ രാത്രി 12 മണിക്ക് ശേഷമാണ് വലിയ ജംറനെ എറിയാൻ തുടങ്ങുക. ആ സമയം മുതൽക്കാകും ജംറത്തുൽ ഊല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം, ഈ ഏറ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ജംറത്തുൽ ഊലനെ വലിയ ജംറനെ എറിഞ്ഞിട്ട് പിന്നെ നമ്മൾ മക്കത്തേക്ക് പോവുക. മക്കത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഹജ്ജിൻ്റെ തവാഫും ഹജ്ജിൻ്റെ സഹയും ചെയ്യുക. ഇതിൻ്റെ ശേഷം നമ്മൾ ബലി അറുക്കുക. ഏറ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യുക, ബലി അറുക്കുക. ഒന്നാമത്തെ ഏറ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും 2-3 ദിവസം ഏറുണ്ട് കേട്ടോ. ഈ ബലി അറുത്തതിൻ്റെ ശേഷം അത് ബലി അറുക്കാൻ വേണ്ടി അവിടെ ഏൽപ്പിക്കലാണ്. അവർ അത് ചെയ്യും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, മക്കയിൽ ചെന്നിട്ട് അവിടെ ഈ ഹജ്ജിൻ്റെ തവാഫ് ചെയ്യുക. ആ തവാഫും അതിൻ്റെ ശേഷം സഹയും ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ തഹല്ലുലാകുക. തലമുടി മുറിച്ചോ വെട്ടിയോ തഹല്ലുലാകുക. ഇങ്ങനെ തഹല്ലുലായാൽ പിന്നെ നമ്മൾക്കെന്താണ്, ഈ തുന്നപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ധരിക്കാം. പുരുഷന്മാർക്ക് തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാം. സ്ത്രീകൾക്ക് മുഖം മറക്കരുതെന്നുണ്ടെങ്കിൽ മുഖം മറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ശേഷം പിന്നീട് മിനയിലേക്ക് തന്നെ വരണം. മിനയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ദിവസമേ നമ്മളവിടെ ഏറ് കഴിഞ്ഞിട്ടുള്ളൂ. പിറ്റേ ദിവസം 2, 3 പിന്നത്തെ ദുൽഹജ്ജ് 11, 12, 13 ദിവസം 3 ദിവസത്തെ ഏറുണ്ട്. ഈ 3 ദിവസത്തെ ഏറ് ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖ്സ, ഇങ്ങനെ 3 ജംറകളിൽ ഒന്നിൻ്റെ ശേഷം ഒന്നായിട്ട് ഇങ്ങനെ എറിയണം. 7, 7, 1, 2, 21 കല്ലുകൾ ഓരോ ജംറയിലും 7 കല്ലുകൾ എറിയണം. ഈ ഏറ് പൂർത്തിയാക്കിയിട്ട് പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ പിറ്റേന്നും ഇങ്ങനെ എറിയണം ഓരോ ജംറയിലും. ഫസ്റ്റത്തെ ദിവസം ഒരു ജംറയ്ക്ക് എറിയണുള്ളൂ, ജംറത്തുൽ ഊല. രണ്ടാമത്തെ ദിവസം 3 ജംറകളിലേക്കും എറിയണുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ 2 ദിവസം എറിഞ്ഞിട്ട് ദുൽഹജ്ജ് 13-ൻ്റെ അന്ന് മഗ്‌രിബിൻ്റെ മുമ്പ് നമ്മൾ പോരുകയാണെങ്കിൽ നമ്മൾക്ക് 13-ാമത്തെ ദിവസം എറിയേണ്ടതില്ല. അതിൻ്റെ മുമ്പ് നമ്മൾ പോന്നാൽ 12-ാമത്തെ ദിവസം ഏറ് കഴിഞ്ഞുകൊണ്ട് എന്താക്കി നമ്മൾ പോന്നു. ഈ 12-ാമത്തെ ദിവസം അവിടെ നിന്ന് മഗ്‌രിബിൻ്റെ ശേഷം നിന്നാൽ പിന്നെ 13-ാമത്തെ ദിവസം എറിയണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതോടുകൂടെ നമ്മളെ ഹജ്ജ് തീർന്നു പിന്നെ. അപ്പോൾ ഇതാണ് ഹജ്ജിൻ്റെ ചെറിയ രൂപം. ഇനി വിശദമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം.